സാറ് പറഞ്ഞതിൻ്റെ കുറച്ച് ആഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ടെക്നിക്കൽസ് ആണ്. സാറ് പറഞ്ഞതിൻ്റെയാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നിഫ്റ്റി നേരത്തെ വീഴുന്ന ഫോളിൻ്റെ 50% ഏകദേശം തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം നിൽക്കുന്ന റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഈ നെക്ക് ലൈനാണ്. നേരത്തെ നമ്മളൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നെക്ക് ലൈനിൽ ഒരു റെസിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ റെസ്പെക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതവിടെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ട് സാറ് പറഞ്ഞ പോലെ. അത് ഒരു എന്താ പറയുക, ആ ഒരു റെസിസ്റ്റൻസ് 50% റീട്രേസ്മെൻറ്റും ഉണ്ട്, നെക്ക് ലൈനും ഉണ്ട്. ബുള്ളുകളും ബെയറുകളും ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതിന് മുകളിൽ സാറ് പറഞ്ഞ പോലെ ഒരു ചാൻസ് കയറുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുതിയതായി വരും. ഇത് നെക്സ്റ്റ് 50 എന്നുള്ള നിഫ്റ്റിയുടെ ഒരു ഇൻഡെക്സ് ആണ്. ഇതിൽ റിലയൻസ് പോലുള്ള അടുത്ത ഒരു ലെവലിലോട്ട് പോകാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. ഇതിൽ അദാനിയുടെ സ്റ്റോക്സ് ഉണ്ട്, ABB ഉണ്ട്, ഒരുപാട് സ്റ്റോക്കുകൾ ഫണ്ടമെന്റൽ സ്റ്റോക്ക് ഉണ്ട്. അതും ഒരു 61.8 റീട്രേസ്മെന്റ് വന്നിട്ടുണ്ട്. അതായത് ഹൈയിൽ നിന്ന് വീഴുന്നതിന്റെ ഒരു 60% തിരിച്ചു കയറിയിട്ടുണ്ട്. ഇത് നിഫ്റ്റി മിഡ് ക്യാപ്പ് ആണ്. അതും സാറ് നേരത്തെ പറഞ്ഞ 80% കവർ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ സ്ട്രോങ് ഫണ്ടമെന്റൽ ഉള്ളതുണ്ടെങ്കിൽ തിരിച്ച് നമ്മുടെ നേരത്തെ ലോസിന്റെ ഒരു 20% പോയിട്ടുള്ളൂ. 80% തിരിച്ചത് കവർ ചെയ്യണം മിഡ് ക്യാപ്പ്. സ്മോൾ ക്യാപ്പ് ആണ്. ഓൾമോസ്റ്റ് 100% എന്ന് പറയാം. ഒരു 90% എബോവ് അത് തിരിച്ച് കയറിയിട്ടുണ്ട്. ഇൻഡെക്സ് ഇപ്പോഴും 50% ആയിട്ടുള്ളൂ. പക്ഷേ ഈ സ്മോൾ ക്യാപ്പ് ഒക്കെ 90% എബോവ് കയറിയിട്ടുണ്ട്. ഇപ്പോഴും നിഫ്റ്റി ഒരു ലോങ് ടേം ചാനൽ തന്നെയാണെന്ന് നമ്മൾ ഉറപ്പായിട്ടും പറയാം. അതായത് ആ ഒരു റിസൾട്ട് ഡേയുടെ ഒരു ലോ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും തിരിച്ച് മാർക്കറ്റ് നന്നായിട്ട് കയറിയിട്ടുണ്ട്. ഇനി ഒരു ലോങ് റൺ തന്നെയാണ്. ആ ഒരു ബുൾ മാർക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബുൾ മാർക്കറ്റിൽ നമ്മൾ ഫണ്ടമെന്റൽ സ്റ്റോക്ക് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കാം. മാർക്കറ്റ് എന്തായാലും ഒരു നേരത്തെ ഇപ്പൊ വന്ന ഒരു 2 ദിവസം മുന്നുള്ള ഹൈക്ക് മുകളിൽ പോവുകയാണെങ്കിൽ പുതിയ ഉറപ്പായിട്ടും വരും.